വൈറ്റ് റൂം ടോർച്ചർ ഞാൻ മനസ്സിലാക്കിയത് ഭയങ്കര കൊടും കുറ്റവാളികൾക്ക് കൊടുക്കുന്ന ഒരു ശിക്ഷയായിട്ടാണ്. അപ്പം മമ്മൂക്ക എന്തായാലും ഇതിനകത്ത് തകർക്കുമെന്ന് തോന്നുന്നു. അതായത് അച്ഛൻ്റെ അമ്മയുടെ മോൻ പോലും അവർക്ക് ഓർമ്മ കിട്ടില്ല എന്നുള്ളൊരു ഇതാണ്. ശിക്ഷയല്ലേ, ഒരു ജയിൽ ശിക്ഷയല്ലേ അതും കൂടുതലും മാനസിക സംഘർഷം ഉണ്ടായിക്കൊണ്ട് ജയിൽ പുള്ളികൾക്ക് ശിക്ഷ കൊടുക്കുന്ന രീതി അമേരിക്കയിലൊക്കെ ഉള്ള അടിപൊളി സിനിമയായിരിക്കും. നമ്മളെല്ലാം വളരെ പ്രതീക്ഷയോട് കാത്തിരിക്കുന്ന ഒരു സിനിമയാണ്. വളരെ എക്സൈറ്റ്മെന്റിലാണ്. പക്ഷെ നമ്മൾ മമ്മൂട്ടിയുടെ ഒരു ആരാധകനാണ്. നമ്മൾ ചെറുപ്പം ഇവൻ മോഹൻലാലിന്റെ ഫാനാണ്. ഞാൻ ലാലേട്ട ഫാനാണ്. മമ്മൂട്ടി ഫാൻ. എല്ലാരും പറയും എനിക്ക് അങ്ങനെ ആരും ഇഷ്ടമല്ല. മമ്മൂട്ടി. അപ്പോൾ 90% മമ്മൂട്ടി ഫാനാണ് ഈ നിൽക്കുന്നത്. അയ്യോ, എന്നാ അഭിപ്രായം, പുള്ളിനെ കണ്ടാൽ തന്നെ അറിയാൻ വയ്യ. ഒരു നല്ലൊരു ആളാണ്, നല്ല പക്ക. നമസ്കാരം, എല്ലാവർക്കും വെനീസ് TV എൻ്റർടൈൻമെൻറ്റിലേക്ക് സ്വാഗതം. റോഷാക്ക് എന്ന സിനിമ ഈ സെപ്റ്റംബർ 29 തിയേറ്ററിലെത്തുകയാണ്. അപ്പോൾ ഇതിൻ്റെ ട്രെയിലറും അതുപോലെ തന്നെ ഇതിൻ്റെ പോസ്റ്ററും ഒക്കെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വളരെ വൈറലായിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു സിനിമയെക്കുറിച്ചിട്ടുള്ള ഓഡിയൻസിൻ്റെ അവരുടെ അഭിപ്രായം എന്താണെന്ന് അവരുടെ അടുത്ത് ചോദിച്ചറിയാൻ വേണ്ടിയാണ് നമ്മളിന്ന് ആലപ്പുഴ ബീച്ചിലെത്തിയത്. അപ്പോൾ അവരുടെ അഭിപ്രായങ്ങൾ എങ്ങനെയുണ്ട്, അവർ ഈ സിനിമ കാണാനായിട്ട് എത്രത്തോളം ആകാംക്ഷയോടുകൂടി ഇരിക്കുകയാണെന്നൊക്കെ ഉള്ള അവരുടെ ഒരു അഭിപ്രായം ചോദിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ അവരുടെ അഭിപ്രായത്തിലേക്ക് നമുക്ക് പോകാം. എവിടെ സ്ഥലം? എവിടെ? നമ്മുടെ സ്ഥലം വർക്കല, തിരുവനന്തപുരം വർക്കല. അപ്പോൾ 29 മമ്മൂക്കാടെ റോഷാക്ക് എന്നൊരു സിനിമ റിലീസിനെത്തുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ട്രെയിലറൊക്കെ ഭയങ്കര ഗംഭീര ഒരു ട്രെയിലറാണെന്ന്. മമ്മൂട്ടി മിന്നിക്കും. അടിപൊളി സിനിമയായിരിക്കും. നമ്മളെല്ലാം വളരെ പ്രതീക്ഷയോട് കാത്തിരിക്കുന്ന ഒരു സിനിമയാണ്. വളരെ എക്സൈറ്റ്മെന്റിലാണ്. പക്ഷെ നമ്മൾ മമ്മൂട്ടിയുടെ ഒരു ആരാധകനാണ്. നമ്മൾ ചെറുപ്പം ഇവൻ മോഹൻലാലിന്റെ ഫാനാണ്. പക്ഷേ മമ്മൂട്ടിയുടെ അല്ല, അങ്ങനെ ആണെങ്കിൽ പോലും ആ സിനിമയായിട്ട് കാണുക. ഫാൻസ് എന്ന് പറയുമ്പോൾ അത് വേറൊരു തരത്തിലുള്ള. മോഹൻലാൽ ഫാൻസ്. പക്ഷെ എന്നിരുന്നാൽ പോലും നമ്മളിപ്പോൾ മമ്മൂട്ടി ഫാൻസ് ആയിക്കൊണ്ടിരിക്കുകയാണ് ഭീഷ്മ ഉണ്ടതിന് ശേഷം. അത് ശരി. പക്ഷേ ഇതൊക്കെ അവൻ തള്ളുന്നതാണ്. ഇവൻ കട്ട മോഹൻലാൽ ഫാൻസാണ്. ഞാൻ അവിടെ കോളേജ് പഠിക്കുന്നുണ്ട്, മമ്മൂട്ടി ഫാൻസാണ്. മമ്മൂട്ടിയുടെ ഏത് പടം വന്നാലും നമ്മൾ ഫസ്റ്റ് ഷോയ്ക്ക് കാണും. ഫസ്റ്റ് ഷോ നമ്മൾ എത്ര ഇടിയുണ്ട്. ഇപ്പോൾ ഈ നമ്മളിവിടെ ബിസിനസ് ചെയ്യാതെ പോലും ടിക്കറ്റ് നമ്മൾ എങ്ങനെയെങ്കിലും എടുത്ത് പോയി കണ്ടിരിക്കും. മമ്മൂട്ടിയുടെ ഈ പടം നമ്മൾ കണ്ടിരിക്കും. മമ്മൂട്ടിൻ്റെ മെയിൻ ആരാധകരാണ് നമ്മൾ, ഫുൾ ഫാമിലി. ഈ റോഷാക്ക് എന്ന സിനിമയില് നമുക്ക് ഒരു വ്യത്യസ്ത ഗെറ്റപ്പിലാണ് എത്തുന്നത്. ഇതിന്റെ ഒരു മുഖം മൂടിയൊക്കെ ഇട്ടിട്ട് വരുന്നൊരു പോസ്റ്ററാണ് ആദ്യം വന്നത്. ഈ സിനിമയെക്കുറിച്ച് വലുതായിട്ട് ഡീറ്റെയിൽ ഒന്നും വന്നിട്ടില്ല. അപ്പോൾ എത്രത്തോളം പ്രതീക്ഷയുണ്ട് ഇങ്ങനൊരു സംഭവം? അല്ല, മമ്മൂട്ടിക്ക് ഇനിയും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു നടനാണ് അദ്ദേഹത്തെ. കാരണം പല വേഷങ്ങളിൽ അദ്ദേഹത്തിൻ്റെ ക്യാരക്ടറുകൾ ഇനിയും നമുക്ക് കാണാറുണ്ട്. കാരണം അയാളെ ശാരീരികമായിട്ടായാലും സൗന്ദര്യപരമായിട്ടായാലും അയാൾ വളരെ നമ്മളെ എപ്പോഴും ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിത്വമാണ്. അദ്ദേഹത്തിൽ നിന്ന് പല സിനിമകളും നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. സിനിമയിൽ നമ്മൾ പ്രതീക്ഷിച്ചത് മമ്മൂട്ടി എന്താണ് മമ്മൂട്ടിയുടെ കഥാപാത്രം, മമ്മൂട്ടിയാണോ സൈക്കോ, അതെ മമ്മൂട്ടി ഒരു അന്വേഷണ ഉദ്യോഗസ്ഥനാണോ എന്നുള്ള ആകെ ഒരു കൺഫ്യൂഷനിലാണ്. നമ്മൾ കാത്തിരിക്കുകയാണ്. ഒരു കാര്യമുണ്ട്, ഇദ്ദേഹം മമ്മൂട്ടിയുടെ ഫാൻ അല്ല. മമ്മൂട്ടി മോഹൻലാലൊരു 70% മമ്മൂട്ടി അതേ കൂടെ ഉണ്ട്. പക്ഷെ നമ്മൾ ഫാൻ അത് നോക്കാറില്ല. സിനിമ മമ്മൂട്ടി ഈ പ്രായത്തിൽ മമ്മൂട്ടി പൊളിക്കുകയല്ലേ, 71ാമത്തെ വയസ്സിൽ മമ്മൂട്ടി പൊളിക്കുകയല്ലേ. ഭീഷ്മ പോലുള്ള ഇവിടെ ഇപ്പൊ മമ്മൂട്ടിയെ കൊണ്ടല്ലേ ചെയ്യാൻ പറ്റൂ. സൂപ്പർ. We are still waiting for this movie. Yes, of course. താങ്ക് യു. സിനിമ ഒക്കെ കാണുന്നല്ലേ? അതെ കാണുന്നതാണ്. ദേവൻ, എൻ്റെ പേര് അമ്പാടി. ഈ 29 മമ്മൂക്കാടെ ഒരു സിനിമ വരുന്നുണ്ട്, റോഷാക്ക് എന്ന് പറഞ്ഞത്. അതിൻ്റെ ട്രെയിലർ കണ്ടായിരുന്നോ? കണ്ടിരുന്നു, യൂട്യൂബിൽ കണ്ടിരുന്നു. എങ്ങനെ തോന്നുന്നു ട്രെയിലർ? വളരെ നല്ല മൂവിയാണെന്ന് തോന്നുന്നു. നമ്മൾ വെയിറ്റിംഗ് ആണ്. അതെ, നമ്മളും കട്ട മമ്മൂട്ടി ഫാൻ തന്നെയാണ്. നമ്മൾ കട്ട വെയിറ്റിംഗ് ആണ്. റോഷാക്കിൽ നമുക്ക് ആ ട്രെയിലർ കാണാൻ പറയാമല്ലോ, അതിനകത്തൊരു സൈക്കോപാത്ത് ആ ഒരു മൂഡിലുള്ളൊരു സിനിമയായിട്ടാണ് തോന്നുന്നത്. അപ്പം എത്രത്തോളം ഒരു പ്രതീക്ഷ ഉണ്ട് ഈ സിനിമയ്ക്ക്? നമുക്ക് 100% പ്രതീക്ഷയുണ്ട്. കാരണം മമ്മൂട്ടിയുടെ ഇതുവരെ ഇറങ്ങിയിരിക്കുന്ന പടങ്ങളൊന്നും ഫോൾട്ടായിട്ടില്ലല്ലോ. ഇനിയിപ്പോൾ അതിൻ്റെ ട്രെയിലർ കാണുമ്പോൾ തന്നെ നമുക്ക് വളരെ നല്ലൊരു മൂവിയായിട്ടാണ് തോന്നുന്നത്. നല്ല പ്രതീക്ഷയുണ്ട്. കാരണം ഇപ്പോൾ അതേപോലത്തെ രീതി നിൽക്കുമല്ലേ. കാരണം ഇപ്പോൾ ഭീഷ്മ ഇറങ്ങി, അതേപോലെ പടം ഹിറ്റായി നിൽക്കുകയാണ്. പുള്ളിയും അതേപോലെ ഹിറ്റായി. പുള്ളി ഇപ്പോഴും ആ പഴയ ഇതിൽ തന്നെയാണ് പുള്ളി പോയിക്കൊണ്ടിരിക്കുന്നത്. 29 ആദ്യ ഷോ കാണാനുണ്ടാവും. ആദ്യ ഷോ കാണാനുണ്ടാവും. വി ആർ വെയിറ്റിംഗ് ആണ്. അതെ, അവിടെ ഉണ്ടാവും. കട്ട വെയിറ്റിംഗ് ഉറപ്പായിട്ടും. നമ്മൾ 29 മമ്മൂക്കാടെ റോഷാക്ക് എന്ന് പറയുന്ന സിനിമ റിലീസ് ചെയ്യുന്നുണ്ട്. അപ്പം ഇതിൻ്റെ ട്രെയിലർ കഴിഞ്ഞ ദിവസം ഇറങ്ങിയായിരുന്നു. അപ്പോൾ ട്രെയിലറൊക്കെ ഗംഭീര ട്രെയിലറാണെന്നാണ് അഭിപ്രായം. അപ്പോൾ എങ്ങനെ തോന്നുന്നു ആ ട്രെയിലർ കണ്ടിട്ട്? ട്രെയിലർ കണ്ടിട്ട് പടം എന്തായാലും ഹിറ്റായിരിക്കും.
ഉറപ്പാണ്. എന്താണ് ആ ട്രെയിലറിൽ നിങ്ങൾക്ക് പ്രത്യേകത തോന്നിയത്? പ്രത്യേകിച്ച് വെച്ചാൽ മമ്മൂക്ക ഒരു നെഗറ്റീവ് ഷെയ്ഡാണ്, അത് തന്നെ ഭയങ്കര പ്രത്യേകതയാണ്. ഇതിനകത്തെ പിന്നെ ഈ കഴിഞ്ഞ ദിവസം ഒരു പോസ്റ്ററൊക്കെ ഇറങ്ങിയായിരുന്നു, ഈ വൈറ്റ് റൂം ടോർച്ചറിങ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അപ്പോൾ അതൊക്കെ ഈ സിനിമയിൽ എങ്ങനെ വർക്കൗട്ട് ആവുന്നുള്ള? വൈറ്റ് റൂം ടോർച്ചർ ഞാൻ മനസ്സിലാക്കിയത് ഭയങ്കര കൊടും കുറ്റവാളികൾക്ക് കൊടുക്കുന്ന ഒരു ശിക്ഷയായിട്ടാണ്. അപ്പം മമ്മൂക്ക എന്തായാലും ഇതിനകത്ത് തകർക്കുമെന്ന് തോന്നുന്നു. സിനിമ ആദ്യം തന്നെ കാണും, എന്തായാലും ഫസ്റ്റ് പോകും. എല്ലാവരും സിനിമ കാണുന്നവരല്ലേ? അതെ കാണുന്നേ. അതെ അതെ ആരുടെ ഫാനാ? ടോവിന്. ഞാൻ ദുൽഖർ, പൃഥ്വിരാജ്. മമ്മൂട്ടി ഫാൻ ആരുമില്ലേ? മമ്മൂട്ടി. മമ്മൂക്കാടെ ഒരു സിനിമ വരുന്നുണ്ട്, അറിയാം? അറിയില്ല. റോഷോക്കാണ്. ട്രെയിലർ കണ്ടായിരുന്നോ? കണ്ട് അടിപൊളി, ഞാൻ ഇഷ്ടപ്പെട്ടു. അടിപൊളി റൂമിനകത്തൊക്കെ ഉള്ള വൈറ്റ് റൂമിനകത്തൊക്കെ ഉള്ള നൈസാണ്. എന്താണ് വൈറ്റ് റൂം എന്നറിയാം? വൈറ്റ് റൂം എന്നല്ല മറ്റേ അറിയാം, ശിക്ഷയല്ലേ, ഒരു ജയിൽ ശിക്ഷയല്ലേ അത് കൂടുതലും മാനസിക സംഘർഷം ഉണ്ടായിക്കൊണ്ട് ജയിൽ പുള്ളികൾക്ക് ശിക്ഷ കൊടുക്കുന്ന രീതി അമേരിക്കയിലൊക്കെ ഉള്ള. അതറിയാം. അപ്പോൾ ആ ഒരു സീൻ മമ്മൂക്ക ഈ സിനിമയിലൂടെ കൊണ്ടുവരുമ്പോൾ എത്രത്തോളം ഒരു പ്രതീക്ഷയുണ്ട്? അത് എല്ലാവർക്കും ഒരു അറിവായിരിക്കും, പുതിയൊരു അറിവായിരിക്കും. മിക്കവർക്കും അറിയത്തില്ല എന്താ സംഭവം എന്നത്. ഇപ്പോൾ ഇവിടെ ഇരുന്നേ തന്നെ അങ്ങനെ എനിക്ക് ഒരാൾക്ക് അറിയത്തുള്ളായിരുന്നത്. അന്നേരം അത് എല്ലാവർക്കും കൂടുതൽ അറിവ് ആരെ കൂടുതൽ സെർച്ച് വരും, ഗൂഗിളിൽ കൂടുതൽ സെർച്ച് വരും. അതിനൊക്കെ ഏതായിരിക്കും ആദ്യം ഒരു പ്രയോറിറ്റി കൊടുക്കുന്നത്? റോഷോക്കെ ആയിരിക്കും. അതെ, അതെ. 29-ാം തീയതി മമ്മൂക്കാടെ റോഷാക്ക് എന്ന് പറഞ്ഞ സിനിമയുടെ റിലീസിംഗ് ഉണ്ട്. അപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ഇതിൻ്റെ ഒരു ട്രെയിലർ ഇറങ്ങിയായിരുന്നു. ട്രെയിലർ കണ്ടായിരുന്നു? കണ്ടായിരുന്നു. എങ്ങനെയുണ്ട് ട്രെയിലർ? ട്രെയിലർ വ്യത്യസ്തത ഉണ്ടായിരുന്നു മറ്റു ട്രെയിലറിൽ നിന്ന്. കാര്യം ഒരു നല്ലൊരു പടത്തിലൊരു സസ്പെൻസ് ഉണ്ടെന്ന് നമുക്ക് തോന്നുന്നുണ്ട്. കാര്യം അത്ര റിവീൽ ചെയ്യുന്നുമില്ല, കാരണം അത് നല്ലൊരു റെസ്പോൺസാണ്. കാര്യം വെച്ചാൽ ഇപ്പോഴത്തെ ഒരു ലൈൻ വെച്ച് നോക്കുവാണെങ്കിൽ ട്രെയിലറിൽ തന്നെ ഒരു 90% പടം എക്സ്പോസ് ആണ്. അപ്പം നമുക്ക് ആ ഒരു പടം കാണുമ്പോൾ അത്ര ഒരു ഇത് കിട്ടത്തില്ല. അപ്പം ഒരു നല്ല രീതിയിൽ കവർ ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പം ആൾക്കാർ നല്ല ക്യൂരിയസ് ആണ് എന്താണ് പടത്തിൻ്റെ കാര്യം. ആ പേരിൽ തന്നെ ഒരു വ്യത്യസ്തതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒരു സംതിങ് ന്യൂ ആണ് എക്സ്പെക്ട് ചെയ്യുന്നത്. ഇപ്പോൾ ലാസ്റ്റ് റീസെൻ്റ് ആയിട്ട് ഇറങ്ങിയ ഒരു ഫുൾ വൈറ്റിലൊരു കോസ്റ്റ്യൂം. അപ്പം ഞാനും നോക്കി ഇൻ്റർനെറ്റിൽ ഇതൊരു സംഭവം കാര്യങ്ങളൊക്കെ നോക്കി. അപ്പോൾ എന്തായാലും ഇതിൻ്റെ ഒരു തീമും കാര്യങ്ങളൊക്കെ അപ്പം പോരാത്തന്നെ ഒരു സുഹൃത്ത് ഈ ഒരു സിനിമയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്, ബയാസ് എന്ന് പറഞ്ഞൊരു സുഹൃത്തും വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആൾ പറഞ്ഞപ്പോൾ തൊട്ട് നമ്മൾ ഒരുപാട് ക്യൂരിയസ് ആണ് പടത്തിനെ കുറിച്ച്. അപ്പോൾ ഒരുപാട് ഒത്തിരി പ്രത്യേകിച്ച് മമ്മൂട്ടിയുടെ ഒരു പടമായുണ്ട്. കാര്യം മലയാളികൾക്ക് എപ്പോഴും മമ്മൂട്ടി മോഹൻലാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്ക്രീനിൽ ഇപ്പോഴും നമ്പർ 1 അവർ തന്നെ. അപ്പോൾ അവരുടെ ഒരു പടം വരുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും നല്ല രീതിയിലൊരു ഹൈപ്പ് അല്ലെങ്കിൽ എക്സ്പെക്ട് ചെയ്താണ് നമ്മൾ പടത്തിന് പോകുന്നത്. അപ്പോൾ എന്തായാലും 29-ാം തീയതി ആദ്യത്തെ ദിവസം എന്തായാലും ഫാൻസുകാർ ടിക്കറ്റ് വരുമെന്ന് തോന്നുന്നില്ല. പറ്റുമെങ്കിൽ സെക്കൻഡ് ഷോ അല്ലെങ്കിൽ പിറ്റേ ദിവസം 2ാം ദിവസം എന്തായാലും പടം കാണും. 29-ാം തീയതി മമ്മൂക്കാടെ റോഷാക്ക് എന്ന് പറഞ്ഞൊരു സിനിമ റിലീസാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ട്രെയിലറൊക്കെ ഇറങ്ങിയത്, ട്രെയിലർ കണ്ടായിരുന്നു? ഭയങ്കര, പക്ഷേ ഇത് ചെറിയൊരു സ്ലോ ആയിട്ട് കാണിക്കുന്നുണ്ട്. പക്ഷെ പടത്തിൽ ഇച്ചിരി പക്ക ആക്കിയെങ്കിൽ കൊള്ളാം എന്നാണ്. പിന്നെ വൈറ്റ് റൂമിൻ്റെ മറ്റേ ഇതൊക്കെ വരുന്ന കാരണം ഒരു പ്രതീക്ഷയുണ്ട്. ഈ വൈറ്റ് റൂം എന്താണെന്ന് അറിയാം? ടോർച്ചറിങ്ങിൻ്റെ ഒരു സെറ്റപ്പാണെന്ന് അറിയാം. അത് ഞാൻ അതിനെപ്പറ്റി വായിച്ചായിരുന്നത്. ഒരു സൈക്കോയുടെ ഒരു സെറ്റപ്പാണെന്ന് തോന്നുന്നു സംഭവം. അത് കാരണം പിന്നെ മമ്മൂട്ടിയുടെ അല്ല, അത് കാരണം നല്ലൊരു വിജയം പ്രതീക്ഷിക്കുന്നുണ്ട്. റോഷാക്ക് സാമ്പത്തിനെ തന്നെ ഒന്ന് കാണണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട് നമുക്ക്. അതെ അത് തന്നെ നല്ലൊരു ട്രെയിലറാണ്. നമ്മൾ അതിൽ ആ ട്രെയിലറിൽ തന്നെ എല്ലാം ഒരു സസ്പെൻസും ഒരു ത്രില്ലറും പ്രതീക്ഷിക്കുന്നുണ്ട്. നല്ലതായിട്ട് അത് അതെ അത് ഓക്കെ, നല്ലതായിട്ട് വരട്ടെ, നമ്മൾ കാണാം, തിയേറ്ററിൽ കാണാം. അതെ, ഓക്കെ. ഇപ്പോൾ 29-ാം തീയതി റോഷാക്ക് എന്ന സിനിമയുടെ റിലീസിംഗ് ആണ്. പിന്നെ ട്രെയിലർ ഇറങ്ങിയായിരുന്നു. ട്രെയിലർ കണ്ടായിരുന്നു? എങ്ങനെ തോന്നുന്നു ട്രെയിലർ? കൊള്ളാം, നല്ല സസ്പെൻസ് മൂവിയാന്ന് തോന്നുന്നു. എന്താണ് അത് കാണണമെന്ന് തോന്നാനുള്ളൊരു കാര്യം? അല്ല, അത് നമുക്ക് ഓൾമോസ്റ്റ് എല്ലാ പടത്തിൻ്റെ ട്രെയിലറുകളും കാണാറുണ്ട് വരുമ്പോൾ. സൈക്കോ ടൈപ്പ് ചിത്രമാണെന്ന് തോന്നുന്നു. ഭീഷ്മപർവ്വം എന്ന സിനിമയ്ക്ക് ശേഷം ഒരു ബ്ലോക്ക് ബസ്റ്റർ അടിക്കാനുള്ള സാധ്യത ഉണ്ടോ ഈ പടത്തിന്? തീർച്ചയായിട്ടും നല്ല ഇതില്ല ഉണ്ട്. ഈ 71-ാമത്തെ വയസ്സിലും പുള്ളി ഈ ചെറുപ്പക്കാർ ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഒരു അഭിനയമൊക്കെ കാഴ്ചവെക്കുന്നത്, അതിനെന്താ ഒരു അഭിപ്രായം? അയ്യോ, എന്നാ അഭിപ്രായം, പുള്ളിനെ കണ്ടാൽ തന്നെ അറിയാൻ വയ്യ. ഒരു നല്ലൊരു ആളാണ്, നല്ല പക്ക. അതെ, നല്ലൊരു അതെ. അപ്പോൾ നമുക്ക് മലപ്പുറത്ത് നിന്നുള്ളൊരു കൂട്ടം ആൾക്കാർ നമ്മുടെ ആലപ്പുഴ ബീച്ചിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പോൾ റോഷാക്ക് എന്ന സിനിമയുടെ ഒരു ട്രെയിലറുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഇവരോട് അത് ചോദിക്കുകയാണ്, ആ സിനിമയുടെ ഇവർക്ക് എത്രത്തോളം പ്രതീക്ഷ ഉണ്ടെന്നുള്ളത്. റോഷാക്ക് എന്നൊരു സിനിമയുടെ ഒരു ട്രെയിലർ കഴിഞ്ഞ ദിവസം ഇറങ്ങിയായിരുന്നു, കണ്ടായിരുന്നു? മമ്മൂക്കാണ് നായകനായിട്ട് എത്തുന്നത്. 29-ാം തീയതി സിനിമ തിയേറ്ററുകളിലെത്തും. അപ്പോൾ ഒരു പുതുമയുള്ളൊരു ട്രെയിലറായിട്ട് തോന്നുന്നു. ഏറെക്കുറെ തോന്നുന്നുണ്ട്. ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് ഇപ്പോഴത്തെ ഉള്ളത് എടുത്തുക്കുന്നത്. ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു ഇതാണ്.
കണ്ടതിൽ തോന്നിയത്. അപ്പോൾ ഈ ഒരു ഹൈപ്പിനനുസരിച്ച് സിനിമ വരുമെന്ന് പ്രതീക്ഷയുണ്ട്. ആ പ്രതീക്ഷയുണ്ട്. പ്രതീക്ഷയുണ്ട്. അപ്പം മമ്മൂട്ടി ഫാൻ ആരൊക്കെ ഉണ്ട് ഈ കൂട്ടത്തിൽ? ഞാൻ ലാലേട്ട ഫാനാണ്. മമ്മൂട്ടി ഫാൻ. മമ്മൂട്ടി 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 ന്യൂസിൽ വരും എല്ലാവരും പറയും എനിക്ക് അങ്ങനെ ആരും ഇഷ്ടമല്ല. ആരും ഇഷ്ടമല്ല. ഇവിടെ മമ്മൂട്ടി 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 മമ്മൂട്ടി. അപ്പോൾ 90% മമ്മൂട്ടി ഫാനാണ് ഈ നിൽക്കുന്നത്. ഇതിലൊരാളെ ഉള്ളു ലാലേട്ടൻ ഫാൻ. പക്ഷേ കറക്റ്റായിട്ട് ആ സിനിമയുടെ ആ ട്രെയിലറിൻ്റെ റിവ്യൂ പറഞ്ഞു. താങ്ക് യു. അപ്പോൾ ഇങ്ങനെ ആയിരിക്കണം ഒരു ഫാൻസുകാരനെന്ന് പറയുന്നത്. നല്ല സിനിമകളെ എപ്പോഴും നമ്മൾ പ്രോത്സാഹിപ്പിക്കുക. അപ്പോൾ എല്ലാവരും റോഷാക്ക് എന്ന് പറയുന്ന സിനിമ കാണും. കാണും. മമ്മൂക്കാടെ റോഷാക്ക് എന്ന് പറഞ്ഞൊരു സിനിമ റിലീസ് വരുന്നത്. അപ്പോൾ അതിൻ്റെ ട്രെയിലറൊക്കെ അത്യാവശ്യം ഭയങ്കര ഒരു ഹൈപ്പൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആ ട്രെയിലർ കണ്ടതാണോ? കണ്ടതാണ്. കണ്ടതായിരുന്നു. ചേച്ചി കണ്ടായിരുന്നു? ഞാൻ കണ്ടില്ല. എങ്ങനെയുണ്ട് ട്രെയിലർ? റോഷാക്കിന്റെ ട്രെയിലർ റോഷാക്കാന്നോ കണ്ട? അല്ലല്ല, റോഷാക്കല്ല ഞാൻ കണ്ടേ. അല്ലല്ല, റോഷാക്ക് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് പോസ്റ്റർ ഈ മോമൂടിയൊക്കെ ഇട്ടിട്ട്. അതെ അത് കണ്ടിട്ട് എങ്ങനെ തോന്നുന്നു? അതിന്റെ ഒരു റിവ്യൂ ഞാൻ വായിച്ചിരുന്നു. പിന്നെ എന്തോ ആൾക്കാരെ ശിക്ഷിക്കുന്നതിന്റെ ഒരു ഇത്, വൈറ്റ് റൂം എന്ന് പറയും. അവർക്കുള്ള വൈറ്റ് കപ്പിലാണ് ഫുഡ് കൊടുക്കുന്നതും കാര്യങ്ങളും എല്ലാം ഫുള്ളി വൈറ്റ്. ആ ആൾക്കാർ മെന്റലി എന്തോ അവർ ഇതാവുന്നത്. അതായത് അച്ഛൻ്റെ അമ്മയുടെ മോൻ പോലും അവർക്ക് ഓർമ്മ കിട്ടില്ല എന്നുള്ളൊരു ഇതാണ്. കാണാൻ വളരെയധികം ഇതുണ്ട്. കാരണം പ്രത്യേകിച്ച് മമ്മൂക്കയെ കൂട്ടൊരാളെ അഭിനയിക്കുന്ന കാണുമ്പോഴത്തേന് പ്രത്യേകിച്ച് നമുക്ക് ആ ഒരു ആഗ്രഹം. ഞാനൊരു മമ്മൂട്ടി ഫാനാണ്. അപ്പം അത് കാണാൻ വേണ്ടിയിട്ടുള്ള ഒരു ത്രില്ലിംഗ് ഉണ്ട്. ഞാനത് അതിനുവേണ്ടി നല്ല വെയിറ്റിംഗ് ആണ്. അത് കുറച്ച് വ്യത്യസ്തമായിരിക്കും. കാരണം അതിൻ്റെ ഒരു പോസ്റ്ററൊക്കെ കാണുമ്പോൾ ആ ഒരു ആംബിയൻസ് കൊടുക്കുന്നുണ്ട്. അപ്പം ഫാൻസിനും ബാക്കിയുള്ളവരും എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ എക്സ്പെക്റ്റേഷൻ കൂടുതലാണല്ലോ മലയാള സിനിമയ്ക്ക്. ഇപ്പം വേറൊരു മറ്റ് രാജ്യങ്ങളിലൊക്കെ ആണെങ്കിൽ ഒരു വാല്യൂ ഉണ്ട്. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് ഒരു വ്യത്യസ്തമായ ഒരു പടമായിരിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പം സിനിമ ഇറങ്ങുമ്പോൾ എന്തായാലും സിനിമ കാണും തീർച്ചയായും. മലപ്പുറത്തു നിന്നുള്ള കുറേ അനിയന്മാർ ആലപ്പുഴ ബീച്ചിലെത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ഇവരോടത്തൊന്ന് ചോദിക്കാം. ഇവർ ആ റോഷാക്ക് എന്ന ട്രെയിലർ ഒന്ന് കണ്ടിട്ട് അതിൻ്റെ ഒരു റിയാക്ഷൻ എങ്ങനെ ഉണ്ടെന്ന് ചോദിക്കാം. എങ്ങനെ തോന്നുന്നു ട്രെയിലർ കണ്ടിട്ട്? ട്രെയിലർ കണ്ടിട്ട് വലിയ കുഴപ്പമില്ല. ട്രെയിലർ കണ്ടിട്ട് കുഴപ്പമില്ല, പടം സാറാണ് തോന്നുന്നുണ്ട്. ഒരു വെറൈറ്റി തോന്നുന്നുണ്ടോ? തോന്നുന്നുണ്ട്. ഇതിനകത്ത് സീരിയൽ കില്ലർ മൂവിയാ ആണ് തോന്നുന്നുണ്ട്. ഇപ്പോൾ പാലക്കാട് നിന്ന് കുറേ ഫ്രണ്ട്സ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ 29-ാം തീയതി ഇറങ്ങുന്ന ഈ ഒരു സിനിമ കാണാനായിട്ടുള്ളൊരു ആഗ്രഹം അങ്ങനെ ആഗ്രഹം ഉണ്ട്. സിനിമ കാണും? കാണാറുണ്ട്. മമ്മൂട്ടിയുടെ സിനിമ കാണാറുണ്ടോ? കാണാറുണ്ട്. ലാസ്റ്റ് കണ്ട പടം ഏതാ? പ്രീസ്റ്റ്. വിഷ്ണു അടിപൊളിയല്ലേ? നല്ല സിനിമയായിരുന്നു. മോഷൻ പോസ്റ്റർ ഉണ്ടായിരുന്നു. ട്രെയിലർ കണ്ടു മറന്നുപോയി. ട്രെയിലർ കണ്ടു ഓർമ്മയില്ല. ഈ പോസ്റ്റർ കണ്ടിട്ട് എങ്ങനെ തോന്നുന്നു? പോസ്റ്റർ കണ്ടൊരു വെറൈറ്റി സിനിമയാണെന്ന് തോന്നുന്നത്. അടിപൊളി ത്രില്ലർ ആയിരിക്കും തോന്നുന്നുണ്ട്. ലുക്ക് അടിപൊളിയാണ്. ലുക്കിൻ്റെ കാര്യത്തിൽ പിന്നെ പറയണ്ടല്ലോ. ഇതിൽ അടിപൊളി ലുക്കാണ്. ഒരു വെറൈറ്റി ലുക്കല്ലേ? സിനിമ കാണും? ഉറപ്പായിട്ടും കാണും.